ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ PSC MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 05/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന 2025 ജനുവരി 11 നടന്ന സ്റ്റോക്ക് കീപ്പർ, അസിസ്റ്റന്റ് ടൈം കീപ്പർ, സെക്രട്ടേറിയറ്റ് OA തുടങ്ങിയ തസ്തികയിലേക്കുള്ള 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷന്റെ സ്റ്റേജ് 2 ഫേസിലെ പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി പാർട്ടിലെ 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യ പേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനലായ ഇൻഫോ PSCയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ്സുകൾ കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 81ാമത്തെ ചോദ്യം. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? അപ്പോൾ നമുക്ക് തുടർച്ചയായ 5 എണ്ണൽ സംഖ്യ. അപ്പോൾ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള നമ്പറുകൾ. അപ്പം ആ സംഖ്യകളെ ഞാൻ അതിലെ ആദ്യത്തെ സംഖ്യയെ x ആയിട്ട് എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ x+1 എന്നാകും. അടുത്തത് x+2 ആകും. x+3 ആകും നാലാമത്തെ സംഖ്യ. ആൻഡ് x+4 ആകും അഞ്ചാമത്തെ സംഖ്യ. ഇവയുടെ എല്ലാത്തിന്റെയും തുക ഇവയെല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 300 കിട്ടും എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുമിച്ച് എഴുതുമ്പോൾ 5x+9 എന്ന് പറഞ്ഞ് നമുക്ക് 5x+10 എന്ന് പറഞ്ഞ് എഴുതാവുന്നതാണ്. ഈക്വൽ ടു 300 എന്ന് പറഞ്ഞ് എഴുതാം. അതായത് x+x+1+x+2+x+3+x+4 =300. അപ്പോൾ LHS എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 5x+10 = 300 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ 5x = 300 - 10, ഈ 10നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 5x = 290. x = 290/5 നമുക്ക് 58 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ചാടി കയറി നമ്മൾ 58, ഓപ്ഷൻ ഡി 58 ഉണ്ട്, മാർക്ക് ചെയ്യല്. എന്താണ് ചോദ്യം? എന്താണ്? ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നത് നമ്മൾ എടുത്ത സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ ഏതായിരുന്നു? x+4 ആണ് വലിയ സംഖ്യ വരുന്നത്. അപ്പോൾ x+4 എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 58 + 4 = 62 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ബി 62 ആണ് നമ്മുടെ ശരി ഉത്തരം. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 82ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? അപ്പോൾ നമുക്ക് ആ ജോഡികൾ ഓപ്ഷൻസ് ഓരോന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഓപ്ഷൻ എ എത്രയാണ് തന്നിരിക്കുന്നത്? 1/2 1/2 ആണ്. ഇവരുടെ ഈ ജോഡികളുടെ തുക എത്രയാന്ന് നോക്കണം. 1/2 1/2 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2/2 എന്നാണ് വരുന്നത്. അപ്പോൾ 2/2നെ എനിക്ക് 1 ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതല്ല നമ്മുടെ ഉത്തരം എന്ന് മനസ്സിലായി. വരാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് 2/3ഉം 1/3, ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴോ 2 + 1. അപ്പം ഡിനോമിനേറ്റർ സെയിം ആയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. 2 + 1 3 വരും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3/3 എന്ന് വരും. അതും എന്താണ്? 1 ആണ് വരുന്നത്. ഇനി ഓപ്ഷൻ സി നോക്കാം. 5/11ഉം 4/11. ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 5 + 4 എത്രയാ? 9. 9/11. ഇവിടെ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഒന്നല്ല വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 7/15ഉം 8/15. ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 7 + 8 എന്ന് പറയുമ്പോൾ 15 ആണ്. 15/15 = 1. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? തുക 1 വരാത്തത് ഏതെന്നാണ് പറഞ്ഞത്. അപ്പം ഓപ്ഷൻ സി 5/11ഉം 4/11ഉം ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങളിൽ ഓപ്ഷൻ എല്ലാം എടുത്ത് ചെയ്യണം. അങ്ങനെ ഒരു ടൈപ്പ് ചോദ്യമായിരുന്നു ഇത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 83ാമത്തെ ചോദ്യം. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്.
20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? അപ്പോൾ ഒരു ടാങ്ക് അതിൽ ടോട്ടൽ അതിനകത്ത് 36 ലിറ്റർ ആണ് കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിനകത്ത് എത്രയോ കുറച്ച് ലിറ്റർ വെള്ളം ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു കുറച്ച് ലിറ്റർ ഉള്ള വെള്ളം ഇത്ര ലിറ്റർ എന്ന് നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് നേരത്തെ 36 ലിറ്റർ ടാങ്കിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന വെള്ളത്തിനെ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു, അതായത് 3/4 ഭാഗം നിറഞ്ഞു. അപ്പോൾ ഈ എക്സ് ആദ്യം ഉണ്ടായിരുന്ന അത്ര അളവിന്റെ കൂടെ ഒരു 20 ലിറ്ററും കൂടി ഇട്ടപ്പം എന്താണ് ടോട്ടൽ എത്രയാ ഉള്ളത്? 36. 36ന്റെ 3/4 ഭാഗം ആയി എന്നാണ് പറയുന്നത്. അപ്പം 3/4 × 36 എന്ന് വരും. അപ്പോൾ ഇത് വെട്ടുമ്പോൾ 4 കൊണ്ട് 36നെ വെട്ടുമ്പോൾ 9 എന്നാകും. എക്സ് പ്ലസ് 20 ഈക്വൽ ടു 3 × 9 ചെയ്യുമ്പോൾ 27 എന്നാകും. എക്സ് ഈസ് ഈക്വൽ ടു 27 മൈനസ് 20 ഈക്വൽ ടു 7 ലിറ്റർ എന്നാണ് ഉത്തരം വരുന്നത്. അപ്പം ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതായത് ഓപ്ഷൻ എ 7 ലിറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 84ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ശ്രദ്ധിക്കുക, എല്ലാം 5ന്റെ പവറുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു തന്നിരിക്കുന്ന സംഖ്യ പൂർണ്ണവർഗമാണോ എന്ന് അറിയാനായിട്ട് തന്നിരിക്കുന്ന സംഖ്യകളുടെ പവറുകളെ നോക്കിയാൽ മതി. അതിൽ പവർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അതെന്താണ്? അതൊരു പൂർണ്ണവർഗം ആയിരിക്കും എന്ന് നമുക്ക് പറയാം. പവർ ഈവൻ ആണെങ്കിൽ പൂർണ്ണവർഗമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ പവർ ഈവൻ ആയിട്ട് വരുന്ന ഏതാ? 5/3. 3 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ അല്ല, ഓഡ്. 5/4 ഏതാ? 4 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആണ്. ഇനി ബാക്കി ഓപ്ഷനും കൂടി ചെക്ക് ചെയ്യാം. സി 5/5 ആണ്. 5 ഒരു ഓഡ് നമ്പർ ആണ്, അപ്പോൾ അതുമല്ല. ഓപ്ഷൻ ഡി 5/7 ആണ്. 7ഉം ഒരു ഓഡ് നമ്പർ ആണ്, അതുമല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? 5/4. 4 എന്ന് പറഞ്ഞ ഈവൻ നമ്പർ ആണ്. അപ്പോൾ ഇതൊരു പൂർണ്ണവർഗമാണെന്ന് പറയും. അപ്പോൾ ഈ ചോദ്യം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 85ാമത്തെ ചോദ്യം. 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ്. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? അപ്പോൾ 1 കിലോ ആപ്പിളിന് 180 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 1 കിലോ ഓറഞ്ചിന് 60 രൂപ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 കിലോ ആപ്പിളിന് ഞാൻ എ എന്ന് കൊടുക്കുകയാണ്. 4 കിലോ ഓറഞ്ചിന് ഒ എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓ ആർന്ന് ഇട്ടേക്കാം, ഓറഞ്ച് എന്ന് തന്നെ ഇട്ടേക്കാം, കൺഫ്യൂഷൻ വരില്ല. എത്ര രൂപയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 × 180 പ്ലസ് 4 × 60 ഈക്വൽ ടു 3 × 180 എന്ന് പറയുമ്പോൾ 540 പ്ലസ് 4 × 60 എന്ന് പറയുമ്പോൾ 240. ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പം 780 780 റുപ്പീസ് ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 86ാമത്തെ ചോദ്യം. 20 മീറ്റർ/സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാർ 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ഇത് ഡിസ്റ്റൻസ് ആൻഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്താണ് ഈ ചോദ്യം ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇവിടുത്തെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂണിറ്റ് ആണ്. കാരണം ഇവിടെ സ്പീഡ് തന്നിരിക്കുന്നത് 20 മീറ്റർ/സെക്കൻഡിലും എന്നാൽ ഡിസ്റ്റൻസ് ദൂരം തന്നിരിക്കുന്നത് 36 കിലോമീറ്ററിലോട്ടാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമോ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 36 കിലോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് മാറ്റാം.
അപ്പോൾ 36 കിലോമീറ്ററിനെ മീറ്ററിലോട്ടാണ് ആദ്യം മാറ്റേണ്ടത്. അതിന് 36 × 1000 ചെയ്യണം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പോൾ ഇത് 36,000 എന്ന് ആകും. ഇനി നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്. ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ്. ഇപ്പം ഇത് 36,000 മീറ്റർ എന്ന് പറഞ്ഞായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാം. ടൈം ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്? 36,000 ബൈ 20. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം 1800 സെക്കൻഡ്സ് ആണ് നമുക്ക് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ല, എല്ലാം മിനിറ്റിലാണ്. അപ്പോൾ ഈ കിട്ടിയ ഉത്തരത്തിനെ നമുക്ക് മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യും? 1800 സെക്കൻഡിനെ നമ്മൾ 60 കൊണ്ട് നമ്മൾ ഹരിക്കണം. അപ്പോൾ ഇത് ഹരിക്കുമ്പോൾ എനിക്ക് 30 മിനിറ്റ് എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ സെക്കൻഡിനെ മിനിറ്റിലോട്ടാക്കാൻ 60 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം ഓപ്ഷൻ എ ആണ് 30 മിനിറ്റ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ഇതൊരു നല്ല ചോദ്യമായിരുന്നു. ഡിസ്റ്റൻസ് ആൻഡ് ടൈം, ഈ ദൂരം വേഗത ആ ഭാഗത്തു നിന്നും ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ടതാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് റീഅറേഞ്ച് ചെയ്താണ് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് വന്നിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 87ാമത്തെ ചോദ്യം. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? നമുക്ക് നോക്കാം. ഇതിൽ ഓരോ ഓപ്ഷനും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് എടുക്കാം. എന്താണ്? 25/2 എന്നാണ് തന്നിരിക്കുന്നത്. 25നെ 2 വെച്ച് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് 12.5 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നതല്ല. അപ്പൊ ഇതല്ല നമ്മുടെ ഓപ്ഷൻ ഉത്തരം. ഇനി ഓപ്ഷൻ ബി എന്താണ്? 125/10 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് 12.5 എന്നേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുമല്ല നമ്മുടെ ആൻസർ. ഇനി അടുത്തത് സി ഓപ്ഷൻ ആണ്. 5.2 5/2 ആണ് അടുത്ത ഓപ്ഷൻ. അപ്പം 5നെ 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് 2.5 എന്നേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുമല്ല നമ്മുടെ ഉത്തരം. ഇനി ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. 5/4. 5നെ 4 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 1.25 ആണ് നമുക്ക് ലഭിക്കുക. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 5/4 ആണ്. അപ്പോൾ ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 88ാമത്തെ ചോദ്യം. ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? അപ്പോൾ അയാൾക്ക് 2070 രൂപ 2070 രൂപയ്ക്ക് അയാൾ വിറ്റപ്പോൾ അയാൾക്ക് 10% നഷ്ടമുണ്ടായി. അതായത് അയാൾക്ക് ആകെ 90% ലഭിച്ചുള്ളൂ. ഈ ചോദിക്കുന്നത് 5% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക്, അതായത് 105% ആയിരുന്നെങ്കിൽ എത്ര രൂപയ്ക്ക് അയാൾക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 2070 × 105/90. 0 വെട്ടിപ്പോവും. 9 207 9 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 23 എന്നാണ് കിട്ടുന്നത്. 23 × 105 ചെയ്യുമ്പോൾ നമുക്ക് 2415 എന്ന് പറഞ്ഞ് ഉത്തരം ലഭിക്കുന്നതാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 89ാമത്തെ ചോദ്യം. 196 ചതുരശ്ര മീറ്റർ പരപ്പളവ് വിസ്തീർണമുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? അപ്പോൾ എന്താണ്? ഒരു 196 ചതുരശ്ര മീറ്റർ പരപ്പളവ് ഏരിയ ഉള്ള ഒരു സമചതുരം, അതായത് ഒരു സ്ക്വയറിന്റെ
ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് 196 മീറ്റർ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. എങ്കിൽ അതിന്റെ ഒരു സൈഡിന്റെ നീളം എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സ്ക്വയർ ആണല്ലോ. ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അതായത് റൂട്ട് ഓഫ് 196 നമ്മൾ കണ്ടെത്തിയാൽ മതി. എത്രയാണ് 196ന്റെ റൂട്ട്? 14 മീറ്റർ ആണ് നമ്മുടെ വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 90ാമത്തെ ചോദ്യം. 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? LCM, ലസാഗുവാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിന്റെയാണ്? LCM ഓഫ് 5, 7 and 14. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. 5, 7, 14. ഇപ്പൊ ഞാൻ 7 കൊണ്ട് ഹരിക്കുകയെന്നായിരിക്കും. 5-നൊരു മാറ്റവും ഇല്ല. 7-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ 1 ലഭിക്കും. 14-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 2 കിട്ടും. ഇനി അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. താഴെ വന്നിരിക്കുന്ന എല്ലാം 1ഉം പിന്നെ 5ഉം 2ഉം പ്രൈം നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ തന്നിരിക്കുന്ന നമ്പറിന്റെ LCM കണ്ടുപിടിക്കണം. ഇപ്പൊ എന്താ? 7 × 5 × 2 = 1നെ നമ്മൾ കണക്കാക്കുന്നില്ല. നമുക്ക് 70 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഈ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി 70 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനൽ ആയ aim4psd എന്നും PYQ സെഷൻസും ന്യൂ SCERT ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലായ aim4psd അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിലെ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 91ാമത്തെ ചോദ്യം. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിനേക്കാൾ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ആദ്യം ഈ ചോദ്യം വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമുക്കത് പതിയെ ചെയ്തു പോകാം. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷീലയുടെ വയസ്സ് അത് 5 വർഷം മുമ്പുള്ളതിനെ ഞാൻ X ആക്കി എടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് സാബുവിന്റെ വയസ്സ് എത്രയാ? സാബു 5 years ago ആണ്. എത്രയാന്ന് പറഞ്ഞ്? ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങ്. അപ്പൊ ഷീലക്ക് X ആണെങ്കിൽ സാബു എത്രയായിരിക്കും? 3x ആയിരിക്കും വന്നിരിക്കുന്നത്. ഇനി ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷീലക്ക് എത്ര വയസ്സുണ്ട്? അതായത് ആദ്യം 5 വർഷം മുമ്പിനേക്കാൾ കൂടി ഇപ്പോൾ ഷീലയുടെ ഒന്ന് കൊടുത്തിട്ട് ഷീലയുടെ ഏജ് എത്രയായിരിക്കും? X + 5. 5 വർഷം കഴിഞ്ഞല്ലോ. ഇനി അപ്പോൾ സാബുവിന്റെ വയസ്സ് എങ്ങനെയായിരിക്കും? 3x + 5 എന്നും എഴുതാൻ പറ്റും. ഇനി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. ഇല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം 12 എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ 3x + 5 - x + 5 = 12 എന്ന് ഞാൻ എഴുതുകയാണ്. അപ്പോൾ ഈ മൈനസ് ചിഹ്നം അകത്ത് പോയി കഴിയുമ്പം 3x + 5 - x - 5 = 12. +5 - 5 ക്യാൻസൽ ആയി പോകും. 3x - x = 12. 2x = 12. x = 12/2 = 6. അപ്പോൾ എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാ? x + 5 എന്നാണ്. നമുക്ക് x കിട്ടി. അപ്പോൾ 6 + 5 = 11 വയസ്സാണ് ഷീലയ്ക്ക് ഉള്ളത്.
അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ചോദ്യമായിരുന്നു. ഒരു പക്ഷേ ആണെങ്കിൽ ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യം എന്നും പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 92ാമത്തെ ചോദ്യം. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നതിന് NQXG എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ് ഏതാണ്? അപ്പോൾ നമുക്ക് ലവ് എന്ന് എഴുതിയിരിക്കുന്ന LOVE ആണ് ലവിന്റെ സ്പെല്ലിംഗ്. അത് ഒരു പുതിയ കോഡില് NQXG എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഹെയ്റ്റ് HATE ഇതേ രീതിയിൽ എങ്ങനെ വരുമെന്നാണ്. അപ്പോൾ ഇവ തമ്മിൽ വല്ലതും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ ആൽഫബറ്റുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? L കഴിഞ്ഞാൽ M വരും, M കഴിഞ്ഞാണ് N വരുന്നത്. അപ്പൊ ഇവർ തമ്മിൽ ഒരു ആൽഫബറ്റ് വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. O കഴിഞ്ഞാൽ P വരും, P കഴിഞ്ഞാൽ Q ആണ് വരുന്നത്. അപ്പോൾ അതേ റൂള് തന്നെ വന്നിരിക്കുന്നത്. B കഴിഞ്ഞാൽ W വരും, അത് കഴിഞ്ഞാണ് X വരുന്നത്. ഈ F വരും, പിന്നെ G വരുന്നത്. അപ്പം ഒന്നിടവിട്ടുള്ള അടുത്ത ഇത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ ആൽഫബറ്റിനെയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ആൽഫബറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നാണെന്ന് ഓർത്താലും മതി. ഇതിന്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, അതിനെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ അതേ കോഡ് രീതിയിലാണ് ഇപ്പുറത്ത് വരുന്നതെങ്കിൽ ഹെയ്റ്റ് എങ്ങനെ എഴുതുമെന്നാണ്. H കഴിഞ്ഞാൽ I ആണ് വരേണ്ടത്, I കഴിഞ്ഞുള്ള J ആണ് അപ്പം ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, എലിമിനേഷൻ വഴിയും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ J വന്ന സ്ഥിതിക്ക് ഓപ്ഷൻ A അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ A നമുക്ക് കട്ട് ചെയ്യാം. ഇനി A കഴിഞ്ഞാൽ B ആണ് വരേണ്ടത്, Bക്ക് പകരം C ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ C ഉള്ള ഓപ്ഷൻസ് JC വരുന്ന ഓപ്ഷൻസിൽ എല്ലാത്തിലും ഉണ്ട്. ഇനി അടുത്തത് T കഴിഞ്ഞാൽ TU ആണ് വരേണ്ടത്, പക്ഷെ ഇവിടെ V ആണ് വന്നിരിക്കുന്നത്. അപ്പം JCB വന്ന ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ ഓപ്ഷൻ C അല്ല, പകരം BO DO ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഫൈനൽ ഈ F ആണ് വരേണ്ടത്, അതിന് പകരം G ആണ് വന്നിരിക്കുന്നത്. അതായത് ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരം. JCBG ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു മെന്റൽ എബിലിറ്റി പാർട്ടിലെ ചോദ്യമായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 93ാമത്തെ ചോദ്യം. 1-1/2 into 1/2 plus 1/2. ഇതൊരു ബോർഡ് മാസ് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. നമുക്കത് ചെയ്യുന്നു. അപ്പൊ എന്താണ് നമ്മൾ 1-1/2 into 1/2 plus 1/2. അപ്പം ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? ബോർഡ് മാസ് റൂളിനകത്ത് നമുക്ക് ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഇവിടെ ഡിവിഷനും ഇല്ല. അപ്പം ഇതാണ് നമുക്കൊന്ന് മാസ് ആണുള്ളത്. അതിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1-1/4 പ്ലസ് 1/2 എന്നാകും. അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇനി അഡീഷൻ പാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ LCM എടുക്കണം, കാരണം ഇവിടെ 4ഉം 2ഉം വന്നു. ഡിനോമിനേറ്റർ വ്യത്യാസമായിട്ട് LCM എടുക്കണം. 2ന്റെയും 4ന്റെ LCM 2 തന്നെ ആയ സ്ഥിതിക്ക് ഇവിടെ മാത്രം മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ 1-1/4 പ്ലസ് 2/4 എന്ന് ആകും. അപ്പോൾ ഇവിടെ 1-1/4 പ്ലസ് 2/4 എന്നാണ്. അതായത് -1ഉം ഇവിടെ +2 ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ 1 + 1/4 എന്നാണ് വരുന്നത്. അത് നമ്മൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് 4 + 1/4 എന്നാകും, ഈക്വൽ ടു 5/4 ആകും. അത് മിക്സഡ് ഫ്രാക്ഷനോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1/4 എന്നായിരിക്കും വരുന്നത്. അതായത് ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ചോദ്യമായിരുന്നു. ഒരു കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? നോക്കുക. AZ BY CX DW. അടുത്ത ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, AZ BY CX DW. അപ്പോൾ ആദ്യത്തെ ടേം, ഈ തന്നിരിക്കുന്ന എല്ലാത്തിലെയും ആദ്യത്തെ ടേം
സാധാരണ നമ്മുടെ ആൽഫബറ്റ്സ് പോണ പോലെ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. മറ്റേ സെക്കൻഡ് ടേം വരുന്നത് പുറകോട്ടാണ്, ആൽഫബറ്റ്സിന്റെ പുറകോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കാം, ഡി കഴിഞ്ഞ അടുത്ത് ഏതാണ്? ഇ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഉള്ള ഓപ്ഷൻസ് നോക്കാം, എല്ലാത്തിലും ഇ തന്നെയാണ്. ഇനി ഡബ്ല്യുവിന് മുമ്പുള്ള ആൽഫബറ്റ് ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഡബ്ല്യുവിന് മുമ്പുള്ളത് ഇ ആണ് വരുന്നത്, സോറി വി ആണ് വരുന്നത്. അപ്പോൾ ഇ വി, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. 1 താരതമ്യം, 2 വർഗീകരണം, 3 നിരീക്ഷണം, 4 നിഗമനം, 5 അപഗ്രഥനം. അപ്പോൾ ഇത് മലയാളത്തിൽ തന്നിരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ കൂട്ടുകാർക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നാം. അപ്പോൾ ഇവരുടെ ഇംഗ്ലീഷും കൂടി ഞാൻ പറഞ്ഞുതരാം. താരതമ്യം എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ. ഇനി വർഗീകരണം എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ. ഇനി മൂന്നാമത്തെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ. അടുത്തത് നാലാമത്തെ നിഗമനം, അതായത് കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇൻഫറൻസ്. ഇനി അപഗ്രഥനം എന്ന് പറഞ്ഞാൽ അനാലിസിസ്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് കിട്ടുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുക എന്താണ്? അതിനെ നിരീക്ഷണം നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ 3, അതായത് 3 ഒന്നാമതായിട്ട് വരേണ്ടത്. ഇത് ഫസ്റ്റ് വരണം. അപ്പോൾ 3 ആദ്യം വരുന്ന ഓപ്ഷനുകൾ നമുക്ക് എടുക്കാം. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാവും സിയും ഡിയും അല്ല എയോ ബിയോ ആണെന്ന് മനസ്സിലായി. ഇനി ഒരു വസ്തു നമ്മൾ നിരീക്ഷണം നടത്തി ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റൊരു വസ്തുവായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ താരതമ്യം ചെയ്യുവാണ് വരുന്നത്. അപ്പോൾ രണ്ടാമത് വരേണ്ടത് എന്താണ്? രണ്ടാമത്തെ ഓപ്ഷനായിട്ട് വരേണ്ടത് 1. അങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? ബി മാത്രമേ ഉള്ളൂ, ഇവിടെ എ അല്ല. അപ്പൊ നമുക്ക് ഉത്തരത്തിലോട്ടെത്തി. ഇതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പൊ നമുക്ക് ബാക്കിയും കൂടി നോക്കാം ഇതിനകത്ത്. ഇനി താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതില്? വർഗീകരണം. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണ് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ ആണ് നടത്തുന്നത്, വസ്തു ഏതിൽപ്പെട്ടതാണ്. അതിനുശേഷം എന്താണ്? അപഗ്രഥനം. അതിനുശേഷമാണ് നമ്മൾ അപഗ്രഥനം നടത്തുന്നത്, അല്ലെങ്കിൽ അനാലിസിസ് കണ്ടുപിടിക്കാൻ അനാലിസിസ് നടത്തുന്നത്. ഇനി അതിനുശേഷമാണ് നിഗമനം എന്ന് പറഞ്ഞു വരുന്നത്, അതായത് കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇൻഫറൻസ്. ഇതെന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നത്, ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഓർഡർ എന്താണ്? പഠിച്ചു വെച്ചോളുക. ആദ്യം നിരീക്ഷണം, താരതമ്യം, വർഗീകരണം, അപഗ്രഥനം, നിഗമനം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നിരീക്ഷണം ഒബ്സർവേഷൻ, താരതമ്യം കമ്പാരിസൺ, വർഗീകരണം ക്ലാസിഫിക്കേഷൻ, അപഗ്രഥനം അനാലിസിസ്, നിഗമനം കൺക്ലൂഷൻ ഓർ ഇൻഫറൻസ്. ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 96ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യകളിലെ ഒറ്റയാനാര്? ഇപ്പൊ ഓപ്ഷൻസ് നോക്കാം. 63, 67, 71, 73. അപ്പോൾ ഇതിൽ എന്താണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം 63 മാത്രം 63 ഒഴികെ ബാക്കി ബി സി ഡി ഓപ്ഷൻസിൽ വരുന്ന സംഖ്യകളെല്ലാം പ്രൈം നമ്പേഴ്സുകളാണ്. അപ്പോൾ 63 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അതുകൊണ്ട് ഒറ്റയാനായിട്ട് വന്നിരിക്കുന്നത് 63. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 97ാമത്തെ ചോദ്യം, ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമതും നിൽക്കുന്നു. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38ാമതും നിൽക്കുന്നു. എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ചോദ്യമാണ്. നമുക്കിത് ചെയ്തു നോക്കാം. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? ടോട്ടൽ 50 കുട്ടികളാണ് ഉള്ളത്. രാഹുലിന്റെ സ്ഥാനം എത്രയാണ്? രാഹുല് 16ാമതാണ് നിൽക്കുന്നത്. ഇനി ഫാത്തിമയോ? ഫാത്തിമ പുറകിൽ നിന്നും
എത്രാമതാണ്? പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫാത്തിമ മുന്നിൽ നിന്നും എത്രയാണെന്ന് നമുക്ക് ആദ്യം കണ്ടെത്താം. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടലിൽ നിന്നും ഫ്രം ലാസ്റ്റിൽ നിന്നുള്ളത് കുറയ്ക്കുക. അതായത് ഫാത്തിമ മുന്നിൽ നിന്നും എത്രയാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ഫ്രണ്ടിൽ നിന്നും ഫാത്തിമ എത്രാമത്തെ സ്ഥാനമാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 50. അതിൽ ബാക്കിൽ നിന്നും ഫാത്തിമയുടെ സ്ഥാനം എത്രയാണ്? 38. അത് തമ്മിൽ കുറച്ചിട്ട് കിട്ടുന്ന തുകയോടൊപ്പം 1 കൂട്ടിയാൽ മതി. അപ്പോൾ 50ൽ നിന്നും 38 കുറയ്ക്കുമ്പോൾ നമുക്ക് 12 ആണ് കിട്ടുന്നത്. 12 + 1 13. അതായത് മുന്നിൽ നിന്നും ഫാത്തിമയുടെ സ്ഥാനം 13 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഇടയിലുള്ളവര്, ഇനി ഈ രാഹുലിനെ ഫാത്തിമയുടെ ഇടയിലുള്ളവരെ കണ്ടെത്താനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് വലിയ സ്ഥാനത്തിൽ നിന്നും ചെറിയ സ്ഥാനം കുറയ്ക്കുക, അതിൽ നിന്നും 1 കുറയ്ക്കുക. അതായത് 16ൽ നിന്നും 13 കുറയ്ക്കുക, ആ കിട്ടുന്ന തുകയിൽ നിന്നും 1 കുറയ്ക്കുക. 16ൽ നിന്നും 13 കുറയ്ക്കുമ്പോൾ 3, 3ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 2 ആണ് കിട്ടുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ ഒരു പക്ഷേ കൺഫ്യൂഷൻ ആയി കാണും. ഒന്നുകൂടി ഇത് പറഞ്ഞു തരാം. ആദ്യം ടോട്ടൽ എത്രയെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് ബാക്കിൽ നിന്നും ഒരാളുടെ വന്നിട്ടുണ്ട് ഫാത്തിമയുടെ. അപ്പൊ ആ ടോട്ടലിൽ നിന്നും ആ 38, ആ ബാക്കിൽ നിന്നുള്ള പൊസിഷൻ കുറച്ചിട്ട് അതിന്റെ കൂടെ 1 ചേർക്കുക. അപ്പൊ അയാൾ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ മനസ്സിലാകും. ഇനി തന്നിരിക്കുന്ന 2 പേരുടെ പൊസിഷനുകൾ തമ്മിൽ കുറച്ചിട്ട് അതിൽ നിന്നും വീണ്ടും 1 കുറയ്ക്കുകയാണെങ്കിൽ ഇവരുടെ ഇടയിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിന് മറ്റൊരു എളുപ്പ മാർഗം കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞു തരാം. ഓർ ഇതിനിടയിലുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന 2 പൊസിഷൻസ് ഇല്ലേ, പുറകിൽ നിന്നും ബാക്കിൽ നിന്നുമുള്ളത്. അതായത് പൊസിഷൻ സം, ആ പൊസിഷനുകളുടെ സമ്മ് കണ്ടുപിടിക്കുക. പൊസിഷൻ സമ്മ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ നിന്നും ടോട്ടൽ കുറയ്ക്കുക. എന്നിട്ട് ആ കിട്ടിയതിൽ നിന്നും 2 കുറയ്ക്കുക. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. പൊസിഷൻ സം എന്ന് പറയുമ്പോൾ 38 + 16 ചെയ്യണം. അതിൽ നിന്നും 50 കുറയ്ക്കണം. ആ കിട്ടുന്ന തുകയിൽ നിന്നും 2 കുറയ്ക്കണം. 38ഉം 50ഉം കൂടി 38ഉം 16ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 54 എന്നാണ് കിട്ടുന്നത്. 54 എന്ന് കിട്ടും. അതിൽ നിന്നും 50 കുറയ്ക്കുമ്പോൾ എന്നിട്ട് 2 കുറയ്ക്കണം. 54ൽ നിന്നും 50 കുറയ്ക്കുമ്പോൾ 4, 4 - 2 ചെയ്യുമ്പോഴോ 2 തന്നെ കിട്ടും. അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോ. ഇങ്ങനെ ഒരു ഇടയിലുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്രണ്ടിലും ബാക്കിലും നിൽക്കുന്ന പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ പൊസിഷനുകൾ തമ്മിൽ അവർ സമ്മ് കണ്ടുപിടിക്കാം. അതിൽ നിന്നും ടോട്ടൽ എത്ര, വരിയിൽ എത്ര പേരുണ്ടോ അത് കുറയ്ക്കുക. ആ കിട്ടിയ ഉത്തരത്തിൽ നിന്നും 2 കുറയ്ക്കുക. എങ്കിൽ ഇതൊരു എളുപ്പമാർഗമാണ്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഇതൊരു ഡയറക്ഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇങ്ങനെ വരച്ചിടാം. അതായത് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ആദ്യം പറഞ്ഞ് ഒരാള് വീട്ടിൽ നിന്നും, അയാളുടെ വീട് ഇതാന്ന് കരുതാം, തെക്കോട്ട് 12 കിലോമീറ്റർ സഞ്ചരിച്ചു. ഗീതല്ലേ തെക്ക്, 12 കിലോമീറ്റർ അയാൾ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. 7 കിലോമീറ്റർ എന്ന് പറയുമ്പം ഇങ്ങോട്ടാണ് അയാൾ സഞ്ചരിച്ചത്. 7 കിലോമീറ്റർ അങ്ങോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് തിരിഞ്ഞ് സഞ്ചരിച്ചു. അപ്പം ഇങ്ങനെ പോയപ്പോൾ അയാളുടെ ലെഫ്റ്റ് ഇത്, റൈറ്റ് ഇത്. 4 കിലോമീറ്റർ അയാൾ വലത്തോട്ട് തിരിഞ്ഞ് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ, അപ്പോൾ ഇയാളുടെ റൈറ്റ് ഇവിടെ, ലെഫ്റ്റ് ഇവിടെ. 7 കിലോമീറ്റർ വീണ്ടും എങ്ങോട്ടാ, വലത്തോട്ട് തിരിഞ്ഞ് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. അതായത് ഇത്രയും ഭാഗത്തിന്റെ നീളം എത്ര. അപ്പൊ ഇവിടെ എന്താ, ഓൾറെഡി ഈ കവർ ചെയ്ത 12 കിലോമീറ്ററും പിന്നെ ഇവിടെ കവർ ചെയ്തത് ഇത് 4 ആണ് വരുന്നത്.
+4 കണ്ടുപിടിച്ചാൽ മതി. എത്രയാണ് നമുക്ക് വരുന്നത്? 16 കിലോമീറ്റർ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഓപ്ഷനിൽ 2 തവണ 16 വന്നിട്ടുണ്ട്. 16 കിലോമീറ്റർ തെക്ക്, 16 കിലോമീറ്റർ വടക്ക്. അപ്പൊ ഇയാൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? തെക്കല്ലേ നിൽക്കുന്നത് സ്റ്റാർട്ട് ചെയ്തതിൽ നിന്നും. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 99ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് പോകാം. 5 കുട്ടികളാണുള്ളത്. ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. അപ്പം താഴെ ഞാൻ ബിയെ പ്ലേസ് ചെയ്യുന്നു. എയും ഡിയും ഇവിടെ ഇപ്പം ഒരുമിച്ചിരിക്കട്ടെ. അതിൽ ആരാ വലുതെന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. അപ്പം ബിയേക്കാൾ കുറവും സിയേക്കാൾ കൂടുതലും. അപ്പം ബിയുടെ താഴെയും സിയുടെ മേലുമായിട്ടാണ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്ക് ആണെങ്കിൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് എ വരേണ്ടത്. എ ഇവിടെ നിന്ന് മാറ്റി ഡിയെ ഞാൻ പ്ലേസ് ചെയ്തു. ഇനി ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കുറവ് ഭാരം ആർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? സി ആണ്. അതായത് ഓപ്ഷൻ സി ആണ് ഏറ്റവും ഭാരക്കുറവുള്ളത്. ഇപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. 100ാമത്തെ ചോദ്യം. എ ബി സി ഈക്വൽ ടു 6, ബി സി ഡി ഇസ് ഈക്വൽ ടു 9 ആണെങ്കിൽ സി ഡി ഇ ഈക്വൽ ടു എത്ര? എ ബി സി ഈക്വൽ ടു 6. ഇനി എഴുതാം. 1 + 2 + 3 ഈക്വൽ ടു 6 ആണ് വരുന്നത്. ഇനി ബി സി ഡി ഈക്വൽ ടു 9 എന്നാണ് പറഞ്ഞത്. 2 + 3 + 4 ഈക്വൽ ടു 9. 2 + 3 5, 5 + 4 9 വരുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന സി ഡി ഇ എത്രയാണ് ചോദിക്കുന്നത്. സി 3 + ഡി 4 + ഈ 5 എന്നാണ് വരുന്നത്. അപ്പൊ 3ഉം 4ഉം 7, 7ഉം 5ഉം 12 ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് 20 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.